ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറേ കാന്താരി നട്ടിരുന്നു. അപ്പോൾ അതിന് നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ പറിക്കുകയാണ്. പറിച്ചിട്ട് നമ്മളിന്നൊരു അച്ചാറിടാൻ പോവുകയാണ് ഈ കാന്താരിയും കൊണ്ട്. കാന്താരിയും ചെറുനാരങ്ങയും കൂടെ അച്ചാറിടണം കേട്ടോ. എൻ്റെ കാന്താരിയൊക്കെ കണ്ടില്ലേ, ചെറിയ കാന്താരിയാണ് കേട്ടോ, നല്ല എരിവാണ്. കണ്ടാൽ പറിക്കാൻ തോന്നണില്ല. നമ്മൾ വീട്ടിലിതിങ്ങനെ നിന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഒന്ന് വയലറ്റ് കാന്താരി ഇത് കണ്ടില്ലേ, അതൊക്കെ പറിക്കാനേ തോന്നണില്ല കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കാന്താരിയാണ് കേട്ടോ ഈ വയലറ്റും. വെള്ള കാന്താരി ഉണ്ട് കേട്ടോ അതും. പറിക്കാതിരുന്നാൽ എന്താണെന്നറിയോ, ഇത് പക്ഷികൾ കാക്കയൊക്കെ ഇതിൽ കൊത്തിക്കൊണ്ടുപോവാണ്. ഞാൻ നോക്കുമ്പോൾ കുറേ കാന്താരി കാണാനില്ല, എല്ലാം ഇതിൽ പറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ കാക്കയാണ് കേട്ടോ അത് കതിമെന്ന് പറിച്ചു കൊണ്ടുപോകണത്. അപ്പം ഞാൻ എല്ലാ കാന്താരിയും പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ അച്ചാറിടാൻ പോവല്ലേ. ഈ വയലറ്റ് കാന്താരി എന്തൊരു ഭംഗിയാണോ കാണാനറിയോ. അങ്ങനെ നിൽക്കണ കണ്ടാൽ നമുക്ക് പറിക്കാൻ തോന്നണില്ല. എനിക്കല്ലെങ്കിലും ഉണ്ടായ പച്ചക്കറി ഒന്നും പറിക്കാൻ തോന്നില്ല കേട്ടോ. അതൊക്കെ അവിടെ നിന്നിങ്ങനെ കാണണം എപ്പോഴും. എനിക്കതാണ് ഇഷ്ടം. എൻ്റെ വെള്ളക്കാന്താരി ഉണ്ടല്ലേ, ഇതാണ് വെള്ളക്കാന്താരി. നല്ല എരിവുണ്ട് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ കാന്താരിയൊക്കെ പറിച്ചതാ, അത്രയും കാന്താരി കിട്ടിട്ടോ നമുക്ക്. ഈ കാന്താരിയൊക്കെ കഴുകിയെടുത്ത് നമുക്ക് അതുകൊണ്ടൊരു അച്ചാറിടാം. കാന്താരിയൊക്കെ കഴുകി ഞാൻ ഒരു വെള്ളം വരാൻ വേണ്ടി അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ എടുത്ത് അതും കഴുകി വെച്ചതാണിത്. ഇനി അത് കട്ട് ചെയ്ത് വരും നമുക്ക് കേട്ടോ, ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതാ കാന്താരിയൊക്കെ ചെറുതായി കട്ട് ചെയ്തു. ഞാനിതാ ഒരു ചില്ല് കുപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ കുപ്പിയിൽ കുറച്ച് ചെറുനാരങ്ങയും കുറച്ച് കാന്താരിയും മിക്സ് ചെയ്തിടാൻ പോവാണ്. അങ്ങനെ നമ്മളെ കാന്താരിയും ചെറുനാരങ്ങയും എല്ലാം ഞാനിതാ ഈ ചില്ല് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടോ. ഇതൊരു 3 മാസം ഇതിന്മേൽ ഇത് തൊടാൻ പാടില്ല. 3 മാസം കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുമ്പോണ്ടല്ലോ എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയോ. ഈ കാന്താരിയും ചെറുനാരങ്ങയും കൂടെ ഒക്കെ ഇട്ട് നല്ലോണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.